നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. രാവിലെ 6:20 മുതൽ 6:56 വരെയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തൃക്കോൽ ശാന്തി രതീഷ് എമ്പ്രാന്തിരിയും ഉപദേവശാന്തിക്കാരും ചേർന്ന് വെള്ളിയുരുളിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നെൽക്കതിർ പടിഞ്ഞാറെ ഗോപുരത്തിൽ നിന്ന് ക്ഷേത്രത്തിനകത്ത് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. മണ്ഡപത്തിൽ മേൽശാന്തി മധു നമ്പൂതിരി പൂജ നടത്തി. തുടർന്ന് നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത്, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി ഷീജ, ദേവസ്വം മാനേജർ സുരേഷ് കുമാർ AP, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ, ട്രഷറർ പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. അരിമ്പൂർ പഞ്ചായത്തിൽ 14 പേർക്ക് ഡെങ്കിപ്പനി. 1.5 മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ചത് 34 പേർക്കാണ്. പഞ്ചായത്തിലെ 6, 9, 14 വാർഡുകളിലാണ് കൂടുതൽ പേർക്ക് ഡെങ്കിപ്പനി കണ്ടെത്തിയത്. വീടാന്തരം ബോധവൽക്കരണവും ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട്. തൃശൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശമാണ് അരിമ്പൂർ പഞ്ചായത്ത്. കാഞ്ഞാണി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് ബസ്സും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ അരിമ്പൂർ സ്വദേശികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചൊവ്വാഴ്ച രാത്രി 9-നായിരുന്നു അപകടം. ഓട്ടോറിക്ഷ പൂർണ്ണമായും അപകടത്തിൽ തകർന്നു. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ ചാരിറ്റി ക്ലബ് അംഗങ്ങൾ 3 പീടിക ഇസ്സത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങളും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വസ്ത്രങ്ങളും സാനിറ്ററി വസ്തുക്കളും കൈമാറി. പ്രിൻസിപ്പൽ മിൻഡു P. മാത്യുവിന്റെ നേതൃത്വത്തിൽ ചാരിറ്റി ക്ലബ് അംഗങ്ങളായ മുഹമ്മദ് അയാൻ PS, സിദ്ധാർത്ഥ് കൊച്ചത്ത്, ബിജേഷ്, മുഹമ്മദ് ഇഷാം സജീർ, ലക്ഷ്മി ജാൻകി MS എന്നിവരാണ് ക്യാമ്പ് സന്ദർശിച്ചത്. ക്യാമ്പിലുള്ളവർ തിരിച്ചുപോകുമ്പോൾ ആശ്വാസമാകുന്ന തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളും വീടും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള ശുചീകരണ സാധനങ്ങളുമാണ് കുട്ടികൾ ഭാരവാഹികൾക്ക് കൈമാറിയത്. വയനാട് നടന്ന ദുരന്തത്തിന് ആശ്വാസമായി മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ശേഖരിച്ച 30,000-ഓളം രൂപയ്ക്ക് വയനാട് ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ പുതിയ വസ്ത്രങ്ങൾ, സാനിറ്ററി വസ്തുക്കൾ തുടങ്ങിയവ തൃശൂർ കളക്ടറേറ്റിലെത്തി കൈമാറുകയും ചെയ്തു. വയനാടിന് കൈത്താങ്ങായി തന്റെ സമ്പാദ്യത്തിൽ നിന്നും തന്നാൽ കഴിയാവുന്ന തുക നൽകി ചാഴൂരിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ മാതൃകയായി. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന് സഹായമായി ചാഴൂരിലെ CKV's ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ ഉണ്ണിരാജൻ 10,000 രൂപ നാട്ടിക MLA CC മുകുന്ദന് കൈമാറി. സാധാരണ വർക്ക്ഷോപ്പ് തൊഴിലാളിയെ ഉണ്ണിരാജനെ പോലെയുള്ള സാധാരണക്കാർ തങ്ങളാൽ കഴിയും വിധം അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് തരാൻ കാണിച്ച മനസ്സ് വലുതാണെന്നും ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണെന്നും MLA പറഞ്ഞു. നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരിതത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ മേഖലയിലും ആ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയായാലും ഏത് ചെറിയ ഫണ്ടായാലും വലിയ ഫണ്ടായാലും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയേണ്ടതില്ല. സംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്ക് കഴിവിൻ്റെ അനുസരിച്ചാണ് അത് വിതരണം ചെയ്യാനുള്ള നൽകാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉന്നേറ്റനായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സ്ഥാപനം ആൾക്ക് പെട്ടെന്ന് കുറച്ച് പൈസ കൊടുക്കുന്നു തോന്നി. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായത്തിൻ്റെ ഭാഗമായി ആളെ കഴിയുന്ന സംഖ്യ നമ്മുടെ മന്ത്രിക്ക് ഡ്രാഫ്റ്റ് മുഖേന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, മണികണ്ഠൻ, സലിൽകുമാർ, രാമകൃഷ്ണൻ, ശക്തിധരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പരസ്യമാക്കാനുള്ള ഇതിലുള്ളതല്ല. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാറുണ്ട്, ആരോടും പറയാറൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് എനിക്ക് ചെറിയൊരു ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിനേക്കാളും വലിയതോ ചെറുതോ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും തോന്നുമല്ലോ അത് കാണുമ്പോഴെങ്കിലും. അതിൻ്റെ പേരിൽ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അത് ഏൽപ്പിക്കുന്നതാണ്, കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് എനിക്ക് ബാങ്കിൽ കൂടെ അയക്കായിരുന്നു, ഞാൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ എല്ലാ സന്തോഷം. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടത്തുന്ന മത്സരത്തിൽ തൃശൂർ ജില്ലയിലെ 15ഓളം ക്ലബ്ബുകളിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായി 400-ൽ പരം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മത്സര വിജയികൾ 2024-25 വർഷത്തെ സംസ്ഥാനതല റെസ്ലിംഗ് മത്സരങ്ങളിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കും. റെസ്ലിംഗ് മത്സരത്തിൽ ഉന്നത വിജയം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക്, സ്കോളർഷിപ്പ്, അവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, നാഷണൽ ഗെയിംസ്, സ്കൂൾ ഗെയിംസ്, ഖേലോ ഇന്ത്യ, യൂണിവേഴ്സിറ്റി ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുക്കുക വഴി സ്പോർട്സ് ക്വാട്ടയിൽ ജോലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എന്നീ ആനുകൂല്യങ്ങൾ നേടുവാൻ
മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടുകൂടി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരികളായ ധനഞ്ജയൻ മച്ചിങ്ങൽ, K രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാവും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആവണങ്ങാട്ട് കളരി AU രഘുരാമ പണിക്കർ സമ്മാനദാനവും നിർവഹിക്കും. റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PN സുജിന്ത്, ജില്ലാ സെക്രട്ടറി PG ബബിൽനാഥ്, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി GSB, സംഘാടക സമിതി അംഗം AP രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം അയ്യപ്പൻ മെമ്മോറിയൽ LP സ്കൂളിന് ഫലത്തൈകൾ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ കൂടുതലായി പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ മിയാവാക്കി ഫോറസ്റ്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഫലത്തൈകൾ മണപ്പുറം ഫൗണ്ടേഷൻ നൽകിയത്. കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടി ടൈസൺ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ് പദ്ധതി വിശദീകരണം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക NV ജ്യോതി, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ VM ഉണ്ണികൃഷ്ണൻ, OSA പ്രസിഡന്റ് TP രഘുനാഥ്, OSA സെക്രട്ടറി KK ബാബുരാജ്, അധ്യാപകൻ സാജു C രാഘവൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ സാഹചര്യത്തിൽ, കേരളത്തിലെ സാഹചര്യത്തിൽ തന്നെ ഒരു നല്ല മിടുക്കികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയ അവസരമാണ്. കേരളം അക്കാര്യത്തിൽ കിട്ടുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു വലിയ മാതൃക കാണിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ്. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ കോങ്ങാട്ടിൽ സതീശൻ മകൻ കർണനെ CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ നേതാക്കളായ M സ്വർണലത, സജിന പർവീൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ, AIYF നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ്, നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗമായ സീമ രാജൻ, 4ാം വാർഡ് ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ രാമനാഥൻ, മെമ്പർമാരായ ഉണ്ണി കാഞ്ഞിരപ്പറമ്പിൽ, സതീശൻ കോങ്ങാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.